നമ്മൾ മുൻപ് പല അവസരങ്ങളിലും നമ്മൾ മൈൻഡിനെ കുറിച്ചും അതിൻ്റെ ആ തോട്ട് പ്രോസസ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉയർന്നു വന്നൊരു കാര്യമാണ്. അതായത് ഈ മെഡിറ്റേഷൻ പോലുള്ള പ്രോസസ്സിൽ മൈൻഡിനെ വിറ്റ്നസ് ചെയ്യുന്നൊരു വിറ്റ്നസ്സിങ് ദ മൈൻഡ്, ആ ഒരു പ്രോസസ്സ് അതാണ്. മൈൻഡിനെ വരുതിയിലാക്കുക എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ആ പ്രോസസ്സ് ഇൻവോൾവ് ആയിട്ടുള്ളത് വിറ്റ്നസ്സിങ് ദ മൈൻഡാണ്. അപ്പോൾ അവിടെ 3 ആസ്പെക്റ്റാണ്. ഒന്ന് ബോഡി, പിന്നൊന്ന് മൈൻഡ്, പിന്നൊന്ന് വിറ്റ്നസ്. ഞാൻ സാറിനോട് നേരത്തെ ചോദിച്ചത് വെച്ചാൽ ഈ വിറ്റ്നസ്സും മൈൻഡും കോ എക്സിസ്റ്റിംഗ് ആണോ, അതോ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണോ? ഈ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ മൈൻഡിൽ വരുന്ന അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനെ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈ എക്സ്പീരിയൻസ് പാർട്ട് മൈൻഡിലേക്കാണോ ഈ വിറ്റ്നസ്സിലാണോ? ആ എക്സ്പീരിയൻസ്, അത് ആ ആനന്ദം അല്ലെങ്കിൽ ആ അനുഭവം കുടികൊള്ളുന്നത് ഈ മൈൻഡിലാണോ അതോ ആ വിറ്റ്നസ്സിലാണോ? അതിനകത്ത് 3 ക്വസ്റ്റ്യനാണുള്ളത്. ഇപ്പോൾ ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം ആ സമയമാകുമ്പം. അതായത് സഞ്ജയൻ ചോദിച്ചതുപോലെ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എക്സിസ്റ്റൻസിലേക്ക് സഞ്ജയൻ പോകുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെയും അക്കാഡമിക്കൽ ഡിഫറൻസാണ്. അക്കാഡമിക്കലി നമുക്ക് നമ്മുടെ തന്നെ എക്സിസ്റ്റൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേർതിരിവ് മാത്രമാണ് ഈ പറഞ്ഞ എല്ലാം തന്നെയും. എല്ലാം ഫങ്ഷണലി ഡിഫറൻ്റ് ആണെങ്കിലും ഏതാണ്ട് ഒരേ കോഎക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണം, ധ്യാനം. സഞ്ജയൻ തുടങ്ങിയത് ധ്യാനത്തിലാണ്, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ആബ്സെൻ്റാണ്. മൈൻഡ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്ന മൈൻഡിൻ്റെ ആബ്സെൻസാണ് മെഡിറ്റേഷൻ സിമ്പിളി വിളിക്കുന്നത്. അതായത് വെറൈറ്റിയുള്ള പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ശൂന്യമായിരിക്കുന്ന നോൺ എക്സിസ്റ്റിംഗ് എംപ്റ്റിനെസ്സിൻ്റേതായൊരു സ്റ്റേറ്റ് ഉണ്ട്. യു കനോട്ട് കോൾ ഇറ്റ് എ സ്റ്റേറ്റ് ഓഫ് ദി യൂണിവേഴ്സ് ബിക്കോസ് ഇറ്റ് എക്സിസ്റ്റ് ബിഫോർ, ഇറ്റ് ഒക്കേഴ്സ് ബിഫോർ എക്സിസ്റ്റൻസ്. ഒക്കേഴ്സ് എന്ന് പോലും പറയാൻ ഒക്കില്ല. ഇറ്റ് ഡസൻ ഹാവ് ഒക്കറൻസ് അറ്റ് ഓൾ. പ്രീ ഒക്കറൻസ് സ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്നത് ഒരു സ്റ്റേറ്റ് എന്നും പറയാനൊക്കില്ല. അതിൻ്റെ ഒറിജിനൽ നേച്ചർ എന്ന് പറയുന്ന ആ ഒരവസ്ഥയാണ് എംപ്റ്റിനെസ്. ആ എംപ്റ്റിനെസ്സാണ് മെഡിറ്റേഷനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ എംപ്റ്റിനെസ്സിൽ നിന്ന് എപ്പോഴാണോ പ്രപഞ്ചം ഉണ്ടാകുന്നത്, പ്രപഞ്ചത്തിൻ്റേതായ ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ടാകുന്നത്, അതാണ് മൈൻഡ്. മൈൻഡെന്ന് പറയുന്നതിൻ്റെ ഫങ്ഷനേ അത് തന്നെയാണ്. അപ്പോൾ ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് എക്സിസ്റ്റൻസിലേക്ക്, എംപ്റ്റിനെസ്സിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് വരുന്നതിൻ്റെ ഒന്നാമത്തെ ഫങ്ഷണൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന, സംജാതമായി വരുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് തന്നെ മനസ്സാണ്. അതൊരു കോസ്മിക് മൈൻഡാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ കോസ്മിക് മൈൻഡിനെ നമ്മൾ ഇൻഡിവിജ്വൽ മൈൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ആ മെൻ്റൽ കപ്പാസിറ്റി, മെൻ്റൽ ആക്ടിവിറ്റി എല്ലാ മനുഷ്യജീവികളിലും ഉണ്ടാകുന്നു. മറ്റ് ജീവികളിൽ കാലക്രമേണ ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വരാം ത്രൂ ഇറ്റ്സ് ദെയർ അസോസിയേഷൻ വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, ഡെവലപ്ഡ് മൈൻഡ്സ്. ഞാനിത് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൈൻഡെന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ടായി വരുന്നത് അവരുമായിട്ട് സ്നേഹിക്കുന്ന, അവരുമായിട്ട് ഇടപഴകുന്ന മനുഷ്യരിൽ നിന്നാണ് ആ മൈൻഡിൻ്റെ അസോസിയേഷൻ കൊണ്ടുണ്ടാവുകയാണ്. അപ്പം അവർക്ക് തോന്നുന്ന അസോസിയേഷൻ എന്ന് പറയുന്നത് അവരുടെ സാധാരണ വേവ് ലെങ്തിനേക്കാൾ കൂടുതൽ ഒരു ഫ്രീക്വൻസിയിലേക്ക് പോകുന്നുണ്ട് ആ ആക്ടിവിറ്റി. അപ്പം എല്ലാവർക്കും ഒരു പെറ്റിനെ വളർത്താൻ പറ്റണമെന്നില്ലല്ലോ, ആർക്കും താല്പര്യമില്ലല്ലോ. ചിലർക്ക് പറ്റുന്നു.
ചിലർക്ക് ആ മൈൻഡിൻ്റെ ഒരു കൺസ്ട്രെയിൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മനുഷ്യനല്ലാത്ത ഒരാളോട് സംവദിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അതുകൊണ്ടാണ് കഴിവുള്ള അവരുമായിട്ട് ബന്ധപ്പെടുന്ന മൃഗങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ കപ്പാസിറ്റി വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആ മെൻ്റൽ ആക്ടിവിറ്റികളൊക്കെ തന്നെയും മൈൻഡിൻ്റെ പ്രൊജക്ഷനൊക്കെ തന്നെ ഉണ്ടാകുന്നത് ആദ്യം ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൽ എക്സിസ്റ്റൻസിലേക്ക് വരുന്ന, അസത്തിൽ നിന്ന് സത്തിലേക്ക് വരുന്ന, എംപ്റ്റിനെസ്സിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് വരുന്ന ആദ്യത്തെ കോസ്മിക് മൈൻഡിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ്. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ്, ദ മെഡിറ്റേഷൻ ഈസ് ഈക്വൽ ടു ദ പ്രീ എക്സിസ്റ്റൻസ് സ്റ്റേറ്റ്. ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്, ഐ ഡോണ്ട് കോൾ ഇറ്റ് എ സ്റ്റേറ്റ്, ബട്ട് സ്റ്റിൽ അതൊരു സ്റ്റേറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ, അക്കാഡമിക്കലായിട്ട് പറയുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഒന്നുമില്ലാത്ത, മുമ്പുണ്ടായിരുന്ന എന്ന് പറയാൻ പറ്റുമോ? മുമ്പൊന്നുമില്ലായിരുന്ന ഒരവസ്ഥയാണ് മെഡിറ്റേഷൻ. അതിൻ്റെ നമ്മളിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് മെഡിറ്റേഷൻ. നമ്മളത് അല്ല. നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതോ പ്രപഞ്ചത്തിൻ്റെ എക്സിസ്റ്റൻസോ അതല്ല. മെഡിറ്റേഷനിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ശൂന്യതയിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥകളാണ്. പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൻ്റെ സ്ഥൂലമായിരിക്കുന്ന ഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥൂലമായിരിക്കുന്നതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മാനിഫെസ്റ്റ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. വേറാസ് ഇറ്റ് ഹാസ് എ ഏസ്ട്രൽ അല്ലെങ്കിൽ സൂക്ഷ്മതലത്തിലുള്ള ഒരു സാന്നിധ്യം കൂടെ ഉണ്ട്. ആ സൂക്ഷ്മതലത്തിലുള്ള സാന്നിധ്യവും കൂടെ കണക്കിലെടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നിടത്താണ് നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ വിളിക്കുന്നത്. ഫിസിക്കലായിട്ട് നമ്മളൊരു സ്ഥലത്ത് കയറി ഇരിക്കുന്നു, ഉദാഹരണത്തിന് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പറയുകയാണ്. ഇറ്റ് ഈസ് നോട്ട് മെഡിറ്റേഷൻ, പ്രാക്ടീസ് ഫോർ മെഡിറ്റേഷൻ ആണ്. അപ്പോൾ ഒരു കോണ്ടംപ്ലേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട്, ബോഡിയെ റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പരിശീലിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ തന്നെയാണ്. ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട്, അതിൻ്റെ ആക്ടിവിറ്റീസിനെയൊക്കെ നെഗേറ്റ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ചത്തതുപോലെ ഒരു സ്ഥലത്തിരിക്കുന്നു എന്നാണല്ലോ. അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ രണ്ടാമത് സൂക്ഷ്മതലത്തിലുള്ള ആക്ടിവിറ്റീസിനെയും നമ്മൾ പ്രത്യാഹരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് തരത്തിലുള്ള സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള എല്ലാത്തിനെയും പ്രത്യാഹരിച്ചുകൊണ്ട് നമ്മൾ എവിടോട്ട് പോകുന്നു? ഈ കാരണഭാവത്തിലേക്ക് പോകുന്നു. അതാണ് ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എംപ്റ്റിനെസ്സിന് തുല്യമാണ്. അഥവാ നാം ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും രാത്രിയോ ക്ഷീണം തോന്നുന്ന അവസരത്തിലോ നമ്മൾ അറിയാതെയോ ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് അറിയാതെ പോകുന്നുണ്ട് ഉറക്കത്തിലൂടെ. അപ്പോൾ ഈ എക്സിസ്റ്റൻസിനെ കുറിച്ച് ബോധറേഷനേ ഇല്ല. പരമമായിരിക്കുന്ന ശൂന്യതയാണ്. അവിടെ ആനന്ദമുണ്ട്. ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ആനന്ദമുണ്ട്. പക്ഷേ ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെഡിറ്റേറ്റീവ് കോണ്ടംപ്ലേറ്റീവ് ഏതാ ശൂന്യതയുടെ ആനന്ദം എന്താണെന്ന് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് മൈൻഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ എം ടോക്കിംഗ് ദിസ് ഫോർ ദി ഫസ്റ്റ് ടൈം. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ എംപ്റ്റിനെസ്സിനെ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായിട്ടുള്ള ഒരു പവറാണ്. മൈൻഡിന് മറ്റ് ആക്ടിവിറ്റികളെല്ലാം ഇല്ലാതായി മടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇതിൻ്റെ ഈ തലനാരിഴ പോലെയുള്ളൊരു വ്യത്യാസമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് മൈൻഡ്ലെസ് സ്റ്റേറ്റ് എന്നാണ് പൊതുവേ എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ബട്ട് ദെയർ എക്സിസ്റ്റ് എ ഫങ്ഷണൽ മൈൻഡ് വിച്ച് ഈസ് ഓൾസോ എ മൈൻഡ്. മൈൻഡിനുള്ള പൊതുവെയുള്ള ചാബല്യമില്ല എന്നുള്ളതല്ലാതെ മൈൻഡ് ആലാതാവുന്നില്ല. ഇപ്പോൾ ഒരാൾ ഗൗരവമുള്ളൊരു ജഡ്ജിയാണ് എന്ന് വിചാരിച്ച് അയാൾ മനുഷ്യനില്ലാതാവുന്നില്ലല്ലോ. അയാൾക്ക് അയാളുടേതായ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടെന്നല്ലേ അർത്ഥമുള്ളൂ. അയാൾക്ക് അയാളുടേതായ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ബട്ട് he is just a human being. Just like that, the functional mind is also a mind which enables the body to experience or go through the experience
which is available in the emptiness. എംപ്റ്റിനെസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എംപ്റ്റിനെസ്സാണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് നോൺ എക്സിസ്റ്റൻസാണ്, പാരിമാണികമായ ശൂന്യതയാണ്. നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ നോൺ എക്സിസ്റ്റൻസ് എന്നോ എംപ്റ്റിനെസ് എന്നോ വിളിക്കുന്നത്. നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ നിന്നുള്ള ഒരു എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇഫ് ഐ ആം എബവ് ദാറ്റ് എംപ്റ്റിനെസ് ആൻഡ് എക്സിസ്റ്റൻസ്, ഐ വിൽ ഹാവ് ടു പുട്ട് അപ്പ് സം അതർ വേർഡ് ഫോർ ദാറ്റ്. ഐ ആം ടു മച്ച് ഇൻ ദി എക്സിസ്റ്റൻസ് നൗ, സോ ഐ കോൾ ഇറ്റ് എംപ്റ്റിനെസ് ഓർ നോൺ എക്സിസ്റ്റൻസ്. ഒരു റിലേറ്റീവ് ടേമാണ്, ആപേക്ഷികമായിട്ട് ഞാൻ വിളിക്കുകയാണ് അതിന്. ഇത് അസ്തിത്വമാണ് എന്ന് എനിക്ക് എൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അസ്തിത്വം എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, എന്നെ ജാഗരൂകമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനതിനെ ശൂന്യത എന്ന് വിളിക്കുന്നു. കാരണം ഇതൊന്നും അവിടെ ഇല്ല എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരിച്ചറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ എംപ്റ്റിനെസ് എന്ന് വിളിക്കുന്നത്. അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് എംപ്റ്റിനെസ്സാണ്, പാരിമാണികമായിരിക്കുന്ന ശൂന്യതയാണ്, ക്വാളിറ്റേറ്റീവ് അല്ല. ക്വാളിറ്റേറ്റീവ് എക്സിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാണ്. വാട്ട് ആർ ദി ക്വാളിറ്റീസ്? വാട്ട് എവർ ക്വാളിറ്റീസ് യു ക്യാൻ സീ ഇൻ ദിസ് എമർജ്ഡ് യൂണിവേഴ്സ്, അതെല്ലാം അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പം അതിനകത്തുണ്ടല്ലോ, അത് വെളിയിലേക്ക് കാണിക്കുന്നില്ല, പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഒരു സീഡിനകത്ത് എങ്ങനെയാണോ ഒരു മരം അടങ്ങിയിരിക്കുന്നു സൂക്ഷ്മമായിട്ട് എന്ന് പറയുന്നത് പോലെ, ആ ശൂന്യതയ്ക്കകത്ത് ഗുണപരമായി ക്വാളിറ്റേറ്റീവായിട്ട് എല്ലാ ഗുണങ്ങളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എന്തോന്നുമുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, ആനന്ദവും അതിനകത്തുണ്ട്. ആനന്ദം ഇല്ലാതുണ്ടോ? ഇല്ല, ആനന്ദം അതിൽ നിന്നല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ആനന്ദവും അതിനകത്തുണ്ട്. പക്ഷേ ആനന്ദത്തെ തിരിച്ചറിയുന്നതിന് അതിൻ്റേതായ ശൂന്യമായിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് എംപ്റ്റിനെസ്സിൽ, പാരിമാണികമായിരിക്കുന്ന ശൂന്യതയിൽ നിന്നുകൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഐ സെപ്പറേറ്റഡ് മൈസെൽഫ് ഫ്രം മൈസെൽഫ് ഇൻ ഓർഡർ ടു എൻജോയ് മൈസെൽഫ്, അതർവൈസ് ദ എക്സ്പീരിയൻസ് എൻജോയ്മെൻറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ഐ കനോട്ട് എൻജോയ് മൈസെൽഫ്. ഉള്ളി ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിൽ നോക്കുകയാണ്, ഞാൻ കൊള്ളാമോ, കണ്ണാടി ചെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കുകയാണ് കൊള്ളാമോ, എല്ലാം എൻ്റെ റെപ്ലിക്ക മാത്രമാണല്ലോ. ഞാൻ സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കൊള്ളാമോ നോക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കാര്യം എഴുതിയിട്ട് മറ്റുള്ളവരോട് ചോദിച്ചത് കൊള്ളാമോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ ജഡ്ജ്മെൻറ്റ് ഫൈനലായിരിക്കെ നമ്മൾ മറ്റൊരു ആളായിട്ട് തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മനിഷ്ഠമായിരിക്കുന്ന ഒരു താല്പര്യത്തെക്കാൾ കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് പോകാൻ നമുക്ക് ചെറിയ പരാജയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. സോ ഇൻ ഓർഡർ ടു എൻജോയ് മൈസെൽഫ് ഐ നീഡ് ടു സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം മൈസെൽഫ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്തൂടെ പോകുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ വെളിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ ഈ എക്സിസ്റ്റൻസിനെയൊക്കെ വലിച്ച് താഴോട്ട് അകത്താക്കി വരുന്നെങ്കിൽ പോലും, നമ്മളൊരു ഫങ്ഷണൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടാക്കി, മൈൻഡെന്ന് പറയുന്നത് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഗതിയെല്ലാം പിടിച്ചു മാറ്റി ആ ഒരു പ്രസിഡൻറ്റ് ഭരണം ഏർപ്പെടുത്തുമ്പോൾ നമ്മളൊരു ഇത് മാത്രം ഉണ്ടായിരിക്കുന്നത് പോലെ, എലക്ട് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു അഡ്വൈസറും ഗവർണറും മാത്രമുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത് പോലെ, ഒരു പ്രത്യേക ഫങ്ഷണൽ റൂളിംഗ് അവിടെ, ഫങ്ഷണൽ ആക്ടിവിറ്റി അവിടെ ഉണ്ടാവുകയും, മെൻ്റൽ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്, ദാറ്റ് ഫങ്ഷണൽ മൈൻഡ് primarily bothered about enjoyment of the emptiness. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ആ എംപ്റ്റിനെസ്സിനെ അറിയാൻ വേണ്ടി വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞ ഫങ്ഷണൽ മൈൻഡിലേക്ക് പോവുകയാണ്. ഇനി ഈ ഫങ്ഷണൽ മൈൻഡ് നമ്മളൊരിക്കൽ നമ്മുടെ ബ്രെയിൻ അത് അനുഭവിച്ച് കഴിയുമ്പോൾ, ബ്രെയിൻ എന്ന് പറയുന്നൊരു ഇത് മാത്രമാണ്, ഒരു എന്താണെന്ന് പറയാൻ പറ്റും, ഒരു ഹാർഡ് ഡിസ്ക് പോലെ ഒരു ഹാർഡ്വെയറാണ്. ഹാർഡ്വെയറിലൊരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമ്പോൾ ഹാർഡ്വെയർ അത് കൂടുതൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹാർഡ്വെയർ അതിനൊക്കെ എക്വിപ്ഡ് ആവുന്നു എന്ന് പറയുന്നത് പോലെ,
ഫങ്ഷണൽ മൈൻഡ് മറ്റ് പല കാര്യങ്ങളിലും, ഭൗതികമായ കാര്യങ്ങളിലും ഫങ്ഷണൽ മൈൻഡ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വരുന്നു മനുഷ്യന്. ബിക്കോസ് ഓഫ് ദി റിപ്പീറ്റഡ് യൂസ് ഓഫ് ഫങ്ഷണൽ മൈൻഡിൻ്റെ സൂപ്പർലേറ്റീവ് ആക്ടിവിറ്റി. മനസ്സിലാകുന്നില്ലേ? അപ്പം ഇത് കൃത്യമായിട്ട് പറയാൻ നോക്കുമോ? മൈൻഡില്ലേ, വിറ്റ്നസ് ഉണ്ടോ എന്നൊക്കെ വാസ്തവത്തിൽ പറയാൻ നോക്കുമോ? അതൊക്കെ അക്കാഡമിക്കായിട്ടുള്ള വേർതിരിവുകൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും സമ്മതിക്കും. പക്ഷേ മനസ്സിൻ്റെ നിരോധനമാണ്, മനസ്സില്ലായ്മയാണ്, മനസ്സില്ലാതെ കഴിഞ്ഞിട്ടേ ബോധം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പൊതുവേ ആളുകൾ പറഞ്ഞ് വച്ചിരിക്കുന്നതുകൊണ്ട് പലരും ധരിക്കുന്നു അപ്പം മനസ്സില്ലെന്നാണ്. മനസ്സുണ്ട്, തീർച്ചയായിട്ടും മനസ്സുണ്ട്. ഫങ്ഷണലായിട്ടൊരു മൈൻഡുണ്ട്. ആ ഫങ്ഷണലായിട്ടൊരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആനന്ദാനുഭവം സാധ്യമാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ സാധ്യമാവുന്നില്ല. ആ ആനന്ദാനുഭവം സാധ്യമാകുന്നത് ഫങ്ഷണൽ മൈൻഡിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഈ വിറ്റ്നസ് എന്ന് വിളിക്കുന്നതും എന്ത് തന്നെ ആയിരിക്കണം? നമ്മളിവിടെ ഫങ്ഷണൽ മൈൻഡ് എന്ന് വിളിക്കുന്നതായിരിക്കണം. അല്ലാതെ വിറ്റ്നസ് എന്ന് പറയുന്നൊരു തേർഡ് പാർട്ടിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ബിക്കോസ് യു ആർ ദ എൻജോയർ, സുപ്രീം എൻജോയർ. യു ആർ ദി യോഗി ആൻഡ് യു ആർ ദി ഭോഗി. വെൻ യു അറ്റൈൻ യോഗ യു ബിക്കം എ മഹാഭോഗി. നിങ്ങളെക്കാളും അനുഭവിക്കുന്ന വേറൊരാൾ ഉണ്ടാകുന്നില്ല. നിങ്ങൾ തന്നെയാണ് ഏറ്റവും സുപ്രീമായുള്ള എൻജോയറായിട്ട് മാറുന്നത്. ആ എൻജോയ്മെൻറ്റിന് തടസ്സങ്ങളൊന്നും തന്നെയില്ല. അത് നന്മ തിന്മകളുടേതായ പ്രശ്നങ്ങളില്ല, ലിമിറ്റേഷനുകളില്ല, ക്ലിപ്തമായിരിക്കുന്നതോ വ്യാപ്തമായിരിക്കുന്നതോ അല്ല. നിങ്ങളുടെ ഇച്ഛാനുസരണം അതിന് വ്യാപ്തിയുമുണ്ട്, നിങ്ങളുടെ ഇച്ഛാനുസരണം ക്ലിപ്തതയുണ്ട്. കാരണം നിങ്ങളാണ് ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ പറ്റുന്നതൊക്കെ ഒരു അലൂസിനേഷൻ പോലുള്ളൊരു തോന്നലുകളാണ്, നമുക്ക് നിയന്ത്രണമില്ലാത്ത തോന്നുന്ന അനുഭവങ്ങൾ. അതൊക്കെ നമ്മുടെ ഒരു ബോധതലത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ മാനസികമായ തലത്തിലുണ്ടാകുന്ന നമ്മുടെ ഭ്രമകൽപ്പനകൾ പോലെ നമുക്ക് അപ്പോഴും തോന്നും. ബോധം വരിക നമ്മൾ ആ പറഞ്ഞ ഭ്രമാത്മകാനുഭവങ്ങളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ടായിരുന്നു എന്ന് പറയും. കാരണം എന്തുകൊണ്ട്? ആ അനുഭവങ്ങളുടെ മുകളിൽ കയറി കഴിഞ്ഞു. അനുഭവങ്ങളുടെ മുകളിൽ കയറി കഴിയുമ്പോൾ അനുഭവം താഴെ കാണാം. ഇതത്രയേ ഉള്ളൂ എന്ന് താഴോട്ട് പോവുകയാണ്. പക്ഷേ ഇത് ഉണ്ടാകുമ്പോൾ നമുക്കത് ഡീസൈഫർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ഭ്രമമായിരിക്കും ആദ്യം ഉണ്ടാവുക. നരേന്ദ്രനെ ശ്രീരാമകൃഷ്ണദേവൻ തൊടുമ്പോൾ ഇത് തന്നെയാണ് ഉണ്ടാകുന്നത്, ഭ്രമമാണ് ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. രാമകൃഷ്ണദേവന് അതേ ഭാവത്തിൽ തന്നെ ഇത് നിൽക്കുകയാണ്, 24 hours നിൽക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ആ ഭാവത്തിലേക്ക് വരുമ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ല. കാരണം ബ്രെയിനിന് താങ്ങാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രഭാത്മകമായ അനുഭവത്തിൽ നിന്ന് പുറത്ത് ചാടണം എന്ന് നരേന്ദ്രന് വെപ്രാളം വരുന്നു. നരേന്ദ്രൻ പുറത്തേക്ക് ചാടുന്നു. തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണദേവൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച ആൾ തന്നെയാണോ ഇത് എന്ന് രാമകൃഷ്ണദേവന് സന്ദേഹം ഉണ്ടാകുന്നതായിട്ടും പറയുന്നു. എന്തുകൊണ്ട്? അവനെന്തിനിത്ര പേടിക്കണം? ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ എന്തിന് ഇവൻ പേടിക്കണം? ഇത്രയും കിടന്ന് വെപ്രാളം കാണിക്കേണ്ട കാര്യം എന്തുവാ എന്നും രാമകൃഷ്ണദേവൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു സംസ്കാരം ആ മനസ്സിന് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എവിടുന്ന് ഭയം വന്നു എന്നുള്ളൊരു അന്വേഷണമാണ് ഇവിടെ രാമകൃഷ്ണദേവന് തോന്നുന്നത്. അല്ലേ? ശരിയല്ലേ? ഈ മനസ്സ് പലപ്പോഴായിട്ട് ഇത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണിത് പെട്ടെന്ന് ഇത്രയും ഭ്രമം ഉണ്ടായത്, പേടിച്ചു പോയത് എന്തുകൊണ്ട് എന്ന് രാമകൃഷ്ണദേവൻ ചിന്തിക്കാതിരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. റിപ്പീറ്റഡായിട്ടുള്ള ആ എക്സ്പീരിയൻസിൽ കൂടെ പോയിയാണ് നമ്മൾ അതുമായിട്ട് അക്കസ്റ്റംഡ് ആവുന്നത്. ആ അനുഭവം നമുക്ക് നിസ്സാരമായി മാറുകയും അനുഭവത്തിന് യാതൊരു വിലയും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അനുഭവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ട് തത്വത്തിൻ്റേതായ മാർഗത്തിൽ, ജ്ഞാനത്തിൻ്റേതായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതോടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കില്ല. മറിച്ച് ഈ ഒരു അനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ സാധകൻ എന്തു ചെയ്യും? അനുഭവം ഉണ്ടായിക്കഴിഞ്ഞു, ഇതെന്തോ വലിയൊരു അനുഭവമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്തിനും നിസ്സാരമായിട്ടുള്ള ഭക്തി അനുഭവങ്ങളുടെ പരമായിട്ട് ഹർഷോന്മാദം ഉണ്ടാകുമ്പോൾ തന്നെ അവൻ വിചാരിക്കാറുണ്ട്, എനിക്ക് ഭക്തി ഉണ്ടാകുന്നു, ഭക്തി കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് ഗദ്ഗതം വരുന്നു, കരച്ചിൽ വരുന്നു, ഇതൊക്കെ ഒരു വലിയ സ്റ്റേറ്റാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ സാധകന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ഭ്രമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ജ്ഞാനമാർഗത്തെ സ്വീകരിക്കണമെന്ന് പൊതുവേ
ജ്ഞാനികളായിരിക്കുന്നവരെല്ലാവരും, ജ്ഞാനത്തിൽ കൂടി ബോധത്തിലെത്തിയവരെല്ലാവരും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത് കൊണ്ടാണ്. കാരണം അവരനുഭവിച്ചിട്ടുണ്ട്, അനുഭവിക്കാതിരിക്കുന്നില്ല, അനുഭവം കണ്ടിന്യൂ ചെയ്യുന്നു, അനുഭവത്തിൽ തന്നെ നിൽക്കുകയാണ്, ഇടതടവില്ലാത്ത അനുഭവത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഈ അനുഭവത്തിന് വേണ്ടി കിടന്ന് തള്ളുന്നത് കാണുമ്പോൾ ദുഃഖം തോന്നും. അതുകൊണ്ട് അവരതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ എക്സിസ്റ്റൻസ്, നമ്മൾ താൽക്കാലികമായിട്ട് നമുക്കുണ്ടാകുന്ന എംപ്റ്റിനെസ്സിനെ അനുഭവിക്കുന്നതിനൊരു എക്സിസ്റ്റൻസ് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫങ്ഷണൽ മൈൻഡിൽ നിന്നാണ് അത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സഞ്ജയൻ പറഞ്ഞ വിറ്റ്നസ് എന്ന് പറയുന്ന കഥാപാത്രം, അതിനെ പൊതുവേ നമ്മളൊരു വിശദമായി നമ്മളൊരിക്കൽ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. പൊതുവേ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് സാക്ഷി എന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് ഡിഫറൻസിലാണത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ അത് ഈ സാക്ഷിഭാവം എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിൽ സംസാരിച്ച് വരുന്നതിനെക്കുറിച്ച് വിശദമായി നമ്മളതൊരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എന്താണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണല്ല, വേറെ ആരുമല്ല. ഇത് ഞാൻ തന്നെയാണ് ഈ മനസ്സ്, ഞാൻ തന്നെയാണ് ഈ ശരീരം, ഞാൻ തന്നെയാണ് സർവ്വതും. നമ്മൾ സാധാരണ പഠിക്കാൻ വേണ്ടി, ആത്മീയമായിട്ട് പഠിക്കാൻ വേണ്ടി ചിലർ പറയാറുണ്ട്, എൻ്റെ മനസ്സ്, എൻ്റെ ഷർട്ട്, എൻ്റെ കണ്ണാടി, എൻ്റെ വാച്ച്, എൻ്റെ മനസ്സ്, എൻ്റെ അത്, എൻ്റെ ഇത്, പിന്നെ ഞാൻ ആര് എന്ന് ചോദിക്കാൻ എല്ലാവരും പറയാറില്ലേ? ഇതൊന്നുമല്ല ഞാൻ, അതുകൊണ്ടാണല്ലോ എൻ്റെ എന്ന് പറയുന്നത് എന്ന് പൊതുവേ പറയാറുണ്ട്, ഇല്ലേ? കേട്ടിട്ടില്ലേ അത്? പക്ഷെ വാസ്തവത്തിൽ അതിൽ വല്ല കാര്യമുണ്ട്. ഈ കണ്ണാടി പിന്നെ ആരാ? ഈ ഫോൺ പിന്നെ ആരാ? ഈ മൈക്ക് പിന്നെ ആരാ? ഈ ഷർട്ട് പിന്നെ ആരാ? ഇതൊക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ ഭാവനയിൽ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. പരമമായിരിക്കുന്ന ശൂന്യതയിൽ നിൽക്കുമ്പോൾ ഇതൊന്നും തന്നെയില്ല. എൻ്റെ ഭാവനയിൽ നിന്നാണ് ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്ന് വേദാന്തികൾ സമ്മതിക്കുന്നു. നിങ്ങളുടെ ഭാവനയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതെന്ന് വേദാന്തികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വേദാന്തികളെന്ന് ഉദ്ദേശിക്കുന്ന അദ്വൈതം അനുഭവിക്കുന്നവരെയല്ല, അദ്വൈതവാദികളെയാണ്. അവരും പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ പറയുന്നതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് വേറൊരു, ഇതൊന്നും അല്ലാത്തൊരു സംഗതിയിൽ നിന്നുണ്ടാവുന്നതാണോ? ഞാനല്ലാതെ. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ധ്യാനവും ഞാൻ തന്നെ, ധ്യാതാവും ഞാൻ തന്നെ, ധ്യേയവസ്തുവും ഞാൻ തന്നെ, ധ്യാനമെന്ന പ്രതിഭാസവും ഞാൻ തന്നെ, അതിനുവേണ്ടിയുള്ള സാക്ഷിയും ഞാൻ തന്നെ. ഇതൊന്നുമില്ലാതിരിക്കുന്ന സാധാരണ പാമരനായിരിക്കുന്ന ഒരു വ്യക്തിയും ഞാൻ തന്നെ. ബോധവാനാകുമ്പോഴേ അനുഭവമുള്ളൂ. ബോധവാനാകുമ്പോഴാണ് ഞാനാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ ഞാൻ ഭിന്നമാണെന്നൊരു തോന്നലിരിക്കും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതിനകത്ത് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. അതെന്തായിരുന്നു അവസാനം പറഞ്ഞത്? പക്ഷെ അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ അനുഭവം എന്ന് പറയുന്നത് ഉണ്ടാകുന്നതും ആ അനുഭവം ഉണ്ടാക്കുന്നതും അനുഭവത്തെ തിരിച്ചറിയുന്നതും ഒക്കെ തന്നെയും വിറ്റ്നസ്സാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ വിറ്റ്നസ്സും ഞാൻ തന്നെയാണ്. പൊതുവേ ആത്മവാദികളെ സംബന്ധിച്ചിടത്തോളം ആത്മവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ആത്മാവെന്ന് പറയും. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതാണ് ആത്മാവെങ്കിൽ ആത്മാവല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്തോന്നാണ് അനാത്മമായിട്ട് ലോകത്തുള്ളത്? ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്പെസിഫിക്കായിട്ട് ആത്മാവെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എറണാകുളത്ത് ഇരിക്കുകയാണ് ഇപ്പോഴും, ഇവിടെ എറണാകുളത്ത് തന്നെയല്ലേ എന്ന് പറയുന്ന പോലെ ആത്മാവ് തന്നെയാണ് സകലത്. ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്നിരിക്കെ പ്രത്യേകിച്ച് ആത്മാവെന്ന് പറയാൻ ഒക്കില്ലല്ലോ. എൻ്റെ തിരിച്ചറിവിൽ അനാത്മവാദം എന്നൊന്ന് ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആത്മാവിനെക്കുറിച്ച്, കാരണം അത് സത്യമാണ്, നിത്യമായിരിക്കുന്ന സത്യമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനുള്ള ജോലി നമ്മളിപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഒന്ന് ധ്യാനിക്കണമെന്ന് തോന്നുന്നു. ഞാൻ അത് ഒരു കുറച്ച് എന്നെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു
മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിരുന്ന് ഞാൻ കണ്ണുകളടച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ ശൂന്യതയെയാണ് ഈ വിറ്റ്നസ് അല്ലെങ്കിൽ ഫങ്ഷണൽ മൈൻഡ് വാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിലെയാണ് ശ്രദ്ധിക്കുന്നത്. ആ ശ്രദ്ധ വരുന്നത് ഈ ശൂന്യതയിലേക്ക് ഈ ഫങ്ഷണൽ മൈൻഡിൻ്റെ ഒരു കണക്ഷനാണോ ഈ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ് വിശദീകരിച്ച ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത്? അതാണ് രണ്ടാമത്തെ കാര്യം. അതിനകത്തുള്ള 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അതായിരുന്നു. അത് നമ്മൾ വിട്ടുപോയതാണ്. വാച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ താങ്കളും വാച്ച് ചെയ്യപ്പെടുന്ന വസ്തുവും ഉണ്ട്. അങ്ങനൊരു വസ്തു മെഡിറ്റേഷനകത്ത് ഇല്ല. ഒരുപക്ഷെ കോണ്ടംപ്ലേറ്റീവ് സ്റ്റേറ്റിനകത്ത് അതുണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഓൺലി എ പ്രാക്ടീസ്. ഡ്രൈവ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഡ്രൈവിംഗ് അല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളും ആ കാറും കൂടിയുള്ളൊരു മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ശ്രദ്ധ മറ്റുള്ളതിലൊന്നും പോകാതെ കാർ ഓട്ടിക്കുക എന്നൊരു ധർമ്മത്തിലേക്ക് താങ്കൾ അതിനെ വലിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനകത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡ്രൈവിംഗ് പഠിത്തം. പക്ഷേ ഇതേ കാറും കൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ താങ്കൾ സംസാരിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും വേണമെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടും വഴി കൂടെ പോകുന്നവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും ഒക്കെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകും. പല കാര്യങ്ങളും ആ സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നടക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ആ പ്രാക്ടീസ് കോണ്ടംപ്ലേഷൻ എന്ന് വിളിക്കുന്നതിനകത്ത് ഒരു പക്ഷേ വാച്ചിങ് എന്നോ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കാം എന്നല്ലാതെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനകത്ത് ഒരിക്കലും ആ ഡ്യുവാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. താങ്കളില്ല, മെഡിറ്റേറ്റ് ചെയ്യുന്ന വസ്തുവും ഇല്ല. പക്ഷേ അക്കാഡമിക്കായിട്ട് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അവിടെ ഫങ്ഷണൽ മൈൻഡ് ഇത് അനുഭവിക്കുന്നുണ്ട്. ഫങ്ഷണൽ മൈൻഡ് സ്വന്തം സൗന്ദര്യത്തെ അറിയുന്നു. അതൊരു ഫങ്ഷണലായിട്ടുള്ള ഒരു ന്യൂട്രാലിറ്റിയാണ്. അത് ഇമ്മീഡിയറ്റായിട്ടൊരു പാൽപ്പാട വന്ന് കിട്ടുന്നത് പോലെ ഉണ്ടാവുകയും പിരിഞ്ഞു പോവുകയും ചെയ്യും, ഇല്ലാതാവുകയും ചെയ്യും. അതൊരു താൽക്കാലികമായ അതാണ് ഫങ്ഷണൽ എന്ന് പറയുന്നൊരു കാര്യം. ദാറ്റ് റിലേറ്റ്സ് ടു ദി ഫങ്ഷൻ ഓൺലി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പെർപ്പച്വൽ എക്സിസ്റ്റൻസ്. നിരന്തരമായിരിക്കുന്ന നൈരന്തര്യം അതിനില്ല. ആ നൈരന്തര്യത്തിലേക്ക് പോകുന്നില്ല. അത് എക്സിസ്റ്റ് ചെയ്യുന്നു, ഇല്ലാതാകുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു, ഇല്ലാതാകുന്നു. അത് ആദ്യം അങ്ങനെയാണ്. നമ്മളിപ്പോൾ സഞ്ജയ് പറഞ്ഞൊരു ലെവലിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു എക്സസൈസ് നമുക്ക് എടുത്തു നോക്കാം. നമ്മളൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മളെല്ലാത്തിനെയും വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മൾ തോട്ട്സിനെയൊക്കെ വിഡ്രോ ചെയ്തുകൊണ്ട് തോട്ട്സ് ഇല്ലായ്മയാണല്ലോ നമ്മൾ സീക്ക് ചെയ്യുന്നത്. ആ തോട്ട്സ് ഇല്ലായ്മയെ സീക്ക് ചെയ്യുന്നതാണ് ഞാൻ അതിനെ ഈസ് ഈക്വൽ ടു ശൂന്യത എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ തോട്ട്സ് ഇല്ലാത്ത സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ തോട്ട്സ് ഇല്ലാത്ത സ്റ്റേറ്റ് വരികയും അത് പോവുകയും ചെയ്യും. വീണ്ടും തോട്ട്സ് ഇല്ലാത്ത സ്റ്റേറ്റ് വരുന്നു, പോകുന്നു. തോട്ട്സ് ഇല്ലല്ലോ എനിക്കിപ്പോൾ എന്ന് വിചാരിക്കുന്ന ഒരു തോട്ടാണ് അപ്പം തന്നെ തോട്ടിനകത്തേക്ക് വരുന്നത്. ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിത്യമായിരിക്കുന്ന നിരന്തരമായിരിക്കുന്ന ചിന്താരഹിതമായിരിക്കുന്ന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പിന്നെ ആ ആനന്ദം അനുഭവിക്കുന്ന അവസരത്തിൽ ഞാനിത് അനുഭവിക്കുന്നല്ലോ എന്നുള്ള ആലോചനയും ചിന്തയും ഒന്നും അവിടെ ഇല്ല. ആ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, അനുഭവം മാത്രമേ ഉള്ളൂ. അതായത് ആനന്ദം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള അനുഭവത്തിലല്ല അത് സംഭവിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഐ ആം വെരിലി ദി എക്സ്പീരിയൻസ് ആൻഡ് ഐ ആം ഓൾസോ ദി എക്സിസ്റ്റൻസ് ആൻഡ് ഐ ആം ഓൾസോ ദി അവെയർനെസ്. അതാണ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് വേദാന്തികൾ പറയുന്നത്. ഞാനാണ് എക്സിസ്റ്റൻസ്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു? ബിക്കോസ് ഐ എൻജോയ് ദ എക്സ്പീരിയൻസ്. ആ അനുഭവം, ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പീരിയൻസിൽ ഇരിക്കുന്നത് കൊണ്ട് എക്സിസ്റ്റൻസ് ഉണ്ട്. കാരണം ആനന്ദമുണ്ട്. മനസ്സിലായില്ലേ? ആനന്ദം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ്, ആനന്ദം അറിയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവെയർനെസ്സും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഞാനല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ തന്നെയാണ് ആനന്ദം, ഞാൻ തന്നെയാണ് സത്ത്, ഞാൻ തന്നെയാണ് ചിത്തും. സത്യം, ജ്ഞാനം, ആനന്ദം, ഇത് മൂന്നുമാണ് ഞാൻ എന്ന് നാരായണഗുരുസ്വാമികൾ പറഞ്ഞതും അർത്ഥം ഇത് തന്നെയാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഇതിനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഒരിക്കലും വാച്ച് ചെയ്യുന്നു എന്നൊരു സ്റ്റേറ്റ് അൾട്ടിമേറ്റായിട്ട് സ്റ്റേറ്റിലില്ല. ഇറ്റ് മേ ബി ദെയർ ഇൻ ദി പ്രോസസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ പ്രോസസ്സിനകത്ത് മാത്രമേ ഉള്ളൂ, അതൊന്നും ഫൈനലല്ല.
നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കാര്യങ്ങൾക്കൊന്നും ഈ നമ്മുടെ പ്രൊഫഷണൽ ഇതുമായിട്ട് ബന്ധമില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പലതും കാണിച്ച് പലതും നേടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും പ്രൊഫഷണലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഈ ആനന്ദം എന്ന് പറയുന്നത് ശൂന്യതയാണ്. ആനന്ദം എന്ന് ശൂന്യതയിൽ അടങ്ങിയിരിക്കുന്ന അനുഭവത്തെയാണ് ആനന്ദം എന്ന് വിളിക്കുന്നത്. ഈ ശൂന്യത എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുകയാണ്, ആ ശൂന്യത നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് നമ്മൾ റെഫർ ചെയ്യുന്നതൊക്കെ തന്നെയും എക്സിസ്റ്റൻസിൻ്റെ ലോകത്ത് നിന്നുകൊണ്ടാണ്. യു ആർ വെർലി ഇൻ ദ വേൾഡ് ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് എൻജോയിങ് ഓൾ എക്സിസ്റ്റിംഗ് മെറ്റീരിയലിസ്റ്റിക് എലിമെൻറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ്, അല്ലേ? സമയം, കാലം, പ്രദേശം, ദേശം, കാലദേശങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട്, ആ സ്പേസും ടൈമും ഒക്കെ അനുഭവിച്ചുകൊണ്ട്, എല്ലാ മെറ്റീരിയലായിട്ട് ഭൗതികമായിരിക്കുന്ന അവസ്ഥകളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇല്ലായ്മയാണ് ശൂന്യത എന്ന് വിളിക്കുന്നു. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അതുകൊണ്ട് ശൂന്യതയാണ് ആനന്ദം എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ പരിപൂർണമായിരിക്കുന്ന ശൂന്യതയല്ല, അതൊരു പാരിമാണികമായിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് എംപ്റ്റിനെസ്സാണ്, ക്വാളിറ്റേറ്റീവ് എക്സിസ്റ്റൻസാണ്. വാട്ട് ഐ കോൾ ദ എംപ്റ്റിനെസ് ഈസ് ക്വാളിറ്റേറ്റീവ് എക്സിസ്റ്റൻസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എംപ്റ്റിനെസ്. ഇത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ശൂന്യത തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 4000 AD ഒക്കെ ആകുമ്പോൾ, 4500 AD ഒക്കെ ആകുമ്പോൾ, 4320 സർട്ടൈൻ ടു ബി പ്രിസൈസ്ലി, അത് വരുമ്പോഴത്തേക്കും ഈ ശൂന്യവാദം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മനുഷ്യന് മനസ്സിലാക്കി തുടങ്ങും. അന്ന് ഇപ്പം പറയുന്ന വേദാന്തത്തിന്, ഇപ്പം പറയുന്ന ആത്മവാദത്തിന് പോലും പുറകോട്ടായി പോകും എന്ന് മനസ്സിലാക്കി തുടങ്ങും. കാരണം അതിന് എക്സിസ്റ്റൻസ് ഇല്ലാതായി പോകും. വെൻ യു നോ ദി ഹയർ തിങ്സ് യു വിൽ സിംപ്ലി, അവനവന് ഇനി നമ്മൾ 1ാം ക്ലാസ്സിലെ പാഠമെടുത്ത് പഠിക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മളൊരു ഫാൻസിക്ക് വേണ്ടി DC ബുക്സ് ഇറങ്ങിയിരിക്കുന്ന എൻ്റെ പാഠങ്ങൾ എന്ന് പറയുന്ന 1ാം ക്ലാസ് മുതലുള്ള പാഠങ്ങളൊക്കെ ഞാനും മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു ഫാൻസിയാണ്, രസത്തിന് വേണ്ടിയാണ്. ഒരു സുഖം, ഒരു നൊസ്റ്റാൾജിക് മെമ്മറി. സോ എ ബോധപ്രാപ്ത എ ബുദ്ധ വിൽ ഓൾസോ ഗോ ത്രൂ ഓൾ സിമിലർ ഫാൻറ്റസീസ് ഓർ എൻജോയ്മെൻറ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പലതും സ്വീകരിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ഇതും സ്വീകരിക്കാം. അപ്പോൾ ഒരിക്കലും പിന്നെ സഞ്ജയൻ ചോദിച്ച പോലെ ആനന്ദം എന്ന് പറയുന്നത് എംപ്റ്റിനെസ് ആണോ എന്ന് ചോദിച്ചാൽ എംപ്റ്റിനെസ് തന്നെയാണ് ആനന്ദമായിട്ട് അനുഭവിക്കപ്പെടുന്നത്. എംപ്റ്റിനെസ്സിൽ മാത്രമാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത്. അതുകൊണ്ട് ആ ആനന്ദം എന്ന് പറയുമ്പോൾ സുഖം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ബോധപ്രാപ്തനെ സംബന്ധിച്ച് ഈ എംപ്റ്റിനെസ് എന്നത് അദ്ദേഹത്തിന് ബോധ്യമുള്ളതാണല്ലോ. ഒരു എംപ്റ്റിനെസ് എന്ന് പറയുന്ന ആ അവസ്ഥ അനുഭവിച്ചതാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതാണ് ഒരു ബോധപ്രാപ്തൻ. അതായത് ആ എംപ്റ്റിനെസ് എന്ന ആ ഇത് മനസ്സിലാക്കിയത്, അല്ലേ? അതെ. അങ്ങനെ വരുമ്പോൾ അത് ഒരു സാറ് പറഞ്ഞു അതാണ് ആനന്ദം. അതായത് ആ ഇത് പിന്നെ ഈ അതിലും കവിഞ്ഞ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ഡേ ടു ഡേ ലൈഫിൽ ഈ ഫങ്ഷണൽ ആനന്ദങ്ങൾ, അതായത് ഇൻഫീരിയർ ആനന്ദം, അല്ല ഇൻഫീരിയർ, അതിലേക്ക് അപ്പോൾ ഒരു ഇത് കീഴടക്കി അല്ലെങ്കിൽ ആ ഒരു പരമമായ ആനന്ദം അനുഭവിച്ചാൽ പിന്നെ ഈ ലഘുവായ മൊമെൻ്ററി അല്ലെങ്കിൽ ഒരു അങ്ങനെ ആ ആനന്ദത്തിലേക്ക് അവർ സ്വയം താഴ്ന്ന് വരുമോ? മൊമെൻ്ററി എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ മൊമെൻ്ററി ആയിരിക്കുന്ന ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദാനുഭവത്തിന് പ്രാപ്തിയില്ലാത്തവനാണ് മൊമെൻ്ററി ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദി ക്വാളിറ്റി ഓഫ് ദി വിഷയാസ് that they are momentary, but the quality of the enjoyer, whether they are momentary or not. A Buddha enjoys a trivial thing in a total way, in a wholesome way, whereas a limited personality, limited mind enjoys it in a limited way. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അത് പ്രത്യേകം മനസ്സിലാക്കണം. വിഷയങ്ങൾ, നൈമിഷികമായ വിഷയങ്ങൾ എന്ന് പറയുന്നില്ലേ, ഈ നൈമിഷികമായ വിഷയങ്ങൾ ആർക്കാണ്? വിഷയത്തിനല്ല നൈമിഷികത്തെ സ്വഭാവമുള്ളത്, എൻജോയ് ചെയ്യാൻ അറിയാവുന്നവന്. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, യോഗി ഒരു മഹാഭോഗിയാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്.
യോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന മഹാഭോഗമാണ്. അതൊരു നൈമിഷികമായിരിക്കുന്ന അവസ്ഥയല്ല. വാട്ട് എവർ ഭോഗ യു റെഫർ ടു, മേ ബി ഈവൻ ഈറ്റിംഗ് എ ബിരിയാണി, ട്രിവിയൽ എന്ന് വിളിച്ച കാര്യങ്ങൾ. സോ ഫാർ ആസ് ഐ എം കൺസേൺഡ്, ഐ ഡോണ്ട് ഹാവ് എനി ട്രിവിയൽ ആട്രിബ്യൂട്ട്സ് ടു എനി പ്ലഷർ ഓർ പെയിൻ ഇൻ ദിസ് വേൾഡ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാത്തിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരേ ആനന്ദം തന്നെയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ആനന്ദമില്ല. ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റാണ് നമ്മൾ അനുഭവിക്കേണ്ടത് ബോധത്തിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു ട്രിവിയൽ എന്ന് സോ കോൾഡ് ട്രിവിയൽ എക്സ്പീരിയൻസിനകത്ത് ഇറ്റ് ഈസ് നോ മോർ ട്രിവിയൽ ഫോർ എ ബുദ്ധ, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ എ ബുദ്ധ. ഈവൻ ദാറ്റ് ഈസ് എൻ എലിമെൻ്റ് ഓഫ് എൻജോയ്മെൻറ്റ്. അത് മനസ്സിലാക്കിക്കൊള്ളാം. ട്രിവിയലായിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ ഈ ട്രിവിയലായിരിക്കുന്നതിനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറാനുള്ള വ്യഗ്രതയില്ല. എഗെയിൻ ദെയർ യുവർ കണ്ടീഷൻഡ് മൈൻഡ്. ഞാൻ യു എന്ന് പറയുന്നത് നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു മാൻകൈൻഡിൻ്റെ തോട്ടാണ് കേട്ടോ, നോട്ട് പേഴ്സണലി യു. സോ ദ മൈൻഡ് വിച്ച് ഈസ് കണ്ടീഷൻഡ് വിത്ത് ട്രിവിയൽ തിങ്സ് വിൽ ഓൾവേസ് ലാമെൻറ്റ് അബൌട്ട് ട്രിവിയൽ തിങ്സ് ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് ട്രിവിയൽ തിങ്സ്. വെൻ ഇറ്റ് ഈസ് നോ മോർ ട്രിവിയൽ ഫോർ യു, what's the result? You are enjoying the same thing, mahabhoga. Because you know the ultimate bliss is nothing else than what you experience in this universe. യൂണിവേഴ്സിൽ അത് സ്ലൈസുകളായിട്ട് കിടക്കുന്നു, കലകളായിട്ട് കിടക്കുന്നു, പൂർണ്ണത. ബോധവാനായിരിക്കുന്നവൻ അതിന് പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നു. അപ്പോൾ അവനൊരു പാട്ട് മൂളുമ്പോഴും അവൻ അനുഭവിക്കുന്ന പരമാനന്ദമാണ്. ഒരു കച്ചേരി നടത്തുന്ന ഒരു ഡാൻസ് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അനുഭവിക്കുന്നവൻ ഭയങ്കരമായൊരു നൃത്തമാണ്. ഒരു വര വരയ്ക്കുമ്പോഴും അവൻ അനുഭവിക്കുന്നത് ഭയങ്കരമായൊരു ചിത്രരചനയുടെ സുഖമാണ്. അങ്ങനെ ട്രിവിയലെന്ന് നമ്മൾ വിളിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കമ്പാരിറ്റീവ് സെൻസിൽ, ഞാൻ ഒരു വര വരയ്ക്കുന്നു, ഇതൊരു ചിത്രരചനയല്ലല്ലോ എന്ന് പറയാം. ബട്ട് എ ബുദ്ധ എൻജോയ്സ് ദാറ്റ് ഇൻ എ ബെറ്റർ വേ ഓർ ദ ബെസ്റ്റ് പോസിബിൾ വേ. അങ്ങനെയായിരിക്കും അത് അനുഭവിക്കുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ട്രിവിയൽ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഒരു കണ്ടീഷനിങ്ങാണ്. ട്രിവിയൽ ബിക്കോസ് ട്രിവിയലായിട്ടൊന്നുമില്ല അതിനകത്ത്. എല്ലാത്തിനകത്തും ബ്യൂട്ടി മാത്രമേ ഉള്ളൂ. എല്ലാത്തിനകത്തും ബ്യൂട്ടിയും അഗ്ലിനെസ്സും ഒരേപോലെ ഉണ്ട്. ഇഫ് യു സീ ദ ബ്യൂട്ടി ഓൺലി യു വിൽ മിസ് ദി അഗ്ലിനെസ്. ഇഫ് യു സീ ദി അഗ്ലിനെസ് ഓൺലി യു വിൽ മിസ് ദ ബ്യൂട്ടി. എ ബുദ്ധ സീസ് ബോത്ത്. ഈ രണ്ട് ഭംഗിയും രൂപഭംഗിയും വൈരൂപ്യവും ഒരുമിച്ചൊരു ബുദ്ധൻ കാണുന്നു. അതുകൊണ്ട് അതിനകത്ത് ദുഃഖവും അനുഭവിക്കുന്നു, സുഖവും അനുഭവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ട്രിവിയലായിട്ട് തള്ളിക്കളയാനൊക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെയാണ്, ഇൻക്ലൂഡിങ് ദ സോ കോൾഡ് പരമാനന്ദ. അതിനകത്ത് പോലും ഒരു ഇൻഡിവിജ്വൽ മൈൻഡ് എന്നുള്ള നിലയിൽ അനുഭവിക്കുന്നതിനകത്ത് നമ്മൾ സാധാരണ മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ അനുഭവിക്കാൻ താല്പര്യമില്ലാത്ത തരത്തിലുള്ള ദുഃഖങ്ങൾ അവിടെ ഉണ്ട്. ഭയങ്ങളുണ്ടാവും, ഉത്കണ്ഠകളുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. എല്ലാ പിരിമുറുക്കങ്ങളും അവിടെ ഉണ്ട്. അതുപോലും ഇല്ലാതാവുന്നില്ല. പക്ഷേ ആ മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ഇതൊക്കെ ഒരു പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും വലിയ ആശങ്കയായിട്ട് തോന്നില്ല. രണ്ട് വശവും കാണുന്നതുകൊണ്ട് സാധാരണ ഒരു വ്യക്തി ആ ഒരു സുഖത്തിലെ സുഖം മാത്രം കാണുന്നു, ദുഃഖത്തെ അറിയാതിരിക്കുന്നു. ദുഃഖം പിറകെ വരുന്നുണ്ട്. സുഖത്തിൻ്റെ കൂടെയുള്ള ദുഃഖത്തെ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് ആ ദുഃഖം കുറച്ച് കഴിയുമ്പോൾ പിറകെ വരുന്നത്. ദുഃഖത്തിന് ഇത് മാനിഫെസ്റ്റ് ചെയ്തേ ഒക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് പുറകെ വന്ന് നമ്മളെ ആ ദുഃഖം അറിയിക്കുന്നു. നമുക്കിത് അറിഞ്ഞൂടാ, ഇത് തമ്മിലുള്ള ചേർച്ച അറിഞ്ഞൂടാ. എ എന്ന് പറഞ്ഞൊരു സുഖം അനുഭവിച്ചപ്പോഴാണ് ബി എന്ന് പറഞ്ഞ ദുഃഖം ഉണ്ടാകുന്നത് നമുക്കറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കുന്ന എ എന്ന് പറഞ്ഞ ദുഃഖം അനുഭവിച്ചു, അതങ്ങ് തീർന്നു. ബി പുറകെ വരുന്നുണ്ട്, ബി അതിൻ്റെ ചെയിൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ ബി വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ബി എന്ന് പറയുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? അറിഞ്ഞൂടാ. വാസ്തവത്തിൽ എയും ബിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിരുന്നു. അപ്പോൾ എപ്പോഴാണോ ഈ രണ്ട് വശങ്ങളും കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും കൂടെ അനുഭവിക്കാൻ സാധിക്കുന്നത്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ആ ആനന്ദാനുഭവത്തിൽ
പിന്നെ ഈ പറഞ്ഞ ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ദുഃഖം അല്ലെങ്കിൽ സുഖം എന്നിങ്ങനൊരു പ്രത്യേകത വേർതിരിവില്ല എന്നും കൂടെ ഓർമ്മിച്ചോണം. ഇതൊക്കെ നമ്മൾ പണ്ട് സംസാരിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇത് തമ്മിൽ ഒന്നാണ് എന്നുള്ള ഓർമ്മിച്ചോളണം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇത് പോകുന്നത് എന്നുള്ളതും കൂടെ തിരിച്ചറിഞ്ഞോളണം. അപ്പോൾ താങ്കൾ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ താങ്കൾ എന്തിനെയൊക്കെ തള്ളിക്കളയുന്നുവോ അവയെല്ലാം ഇപ്പോഴത്തെ എക്സിസ്റ്റൻസിൽ അവയൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്. എന്നാൽ ഇപ്പോൾ തള്ളിക്കളയുന്ന സംസാരം, താല്പര്യം, ഒരു വ്യക്തിയോടൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള വൈമുഖ്യം, ഇതെല്ലാം താങ്കൾ ബുദ്ധനാകുമ്പോൾ തിരിച്ചെടുക്കും. സിദ്ധാർത്ഥ ഗൗതമൻ പുരുഷാരത്തെ തള്ളിപ്പറഞ്ഞിട്ടാണ് മുകളിലോട്ട് പോയത്. ഒറ്റയ്ക്കുള്ള ജീവിതത്തിന് മുകളിലേക്ക് കയറി. അവിടെ ഇരിക്കാനല്ല അദ്ദേഹം ഇരുന്നത്. അദ്ദേഹം ബോധപ്രാപ്തി എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചിറങ്ങി, പുരുഷാരത്തിലേക്ക് തിരിച്ചിറങ്ങി. എന്താണോ ഞാൻ ഉപേക്ഷിച്ചത് ഞാൻ വീണ്ടും കൈ പിടിച്ച് വാങ്ങിച്ച് അവിടെ മുഴുവൻ നടന്ന് വിഹരിച്ച് ആൾക്കാരുടെ ഇടയിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടും ബോധവൽക്കരണം ചെയ്തുകൊണ്ടും അദ്ദേഹം നടന്നു. ഇത് വെറുതെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. പക്ഷേ അത് പ്രാപഞ്ചികമായ ധർമ്മമാണ്. When I am in this body, I will have to go through certain duties which are പ്രാപഞ്ചിക. അതിൽ കൂടെ പോയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അതിനെ കൂടെ പോകേണ്ടി വരുന്നത്, അല്ലാതെ അറിഞ്ഞൂടാത്തതല്ല. സോ എ ബുദ്ധ becomes a non-Buddha when he preaches. ബുദ്ധൻ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ബുദ്ധനായിട്ട് കാണുന്നവനാണ്. പിന്നെ എന്തുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു? ആ ബുദ്ധ പദവിയിൽ നിന്ന് സ്വയം താഴോട്ടിറങ്ങി മാത്രമേ ബുദ്ധനെ സംസാരിക്കാനൊക്കുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധനെ സംസാരിക്കാനൊക്കില്ല. ബുദ്ധനൊരിക്കലും ബോധനം ചെയ്യാനൊക്കില്ല. അതാണ് ഒന്നാമത്തെ സാത്വികമായിരിക്കുന്ന മായ എന്ന് വേദാന്തികൾ വിളിക്കുന്നത്. സാത്വികമായിട്ടൊരു മായ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ ലെവലിൽ നിന്ന് താഴോട്ട് കോണ്ടിസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രീച്ചിങ് നടത്തുന്നു. അപ്പോൾ ട്രിവിയൽ ഇതിലേക്കാണ് നമ്മൾ വീണ്ടും വരുന്നത്. ട്രിവിയൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ട്രിവിയലല്ല. വിഷയങ്ങൾ, നൈമിഷികമായ സുഖങ്ങളുടെ മേലിൽ മനുഷ്യ നീ അലയുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അത് സുഖങ്ങളുടെ കുഴപ്പമല്ല. സുഖങ്ങൾക്ക് നൈരന്തര്യമുള്ള സ്വഭാവമുണ്ട്. ബട്ട് ദ മൈൻഡ് വിച്ച് follows the pressure will find it difficult to continue in that pressure. വാഞ്ഛയിലെ സുഖം പ്രാപ്തിയിലില്ല എന്ന് വേദാന്തികൾ പറയും, അല്ലെങ്കിൽ പുരാണങ്ങൾ പറയും, അല്ലെങ്കിൽ വേറെ ആരോ ഒക്കെ പറയും. സത്യം തന്നെ. എന്തുകൊണ്ട് പ്രാപ്തിയിലില്ലാതെ പോകുന്നത്? ഞാനത് ഡിവൈഡ് ചെയ്യുന്നു. വാഞ്ഛയുടേതായ ടൈമും പ്രാപ്തിയുടേതായ ടൈമും ഞാൻ ഡിവൈഡ് ചെയ്യുന്നിടത്താണ്. ആ ഡിവിഷനിലാണ് ഈ ഭംഗം സംഭവിക്കുന്നത്. ഞാൻ ഈ വാഞ്ഛയിലുള്ള ഞാൻ, ആഗ്രഹിക്കുമ്പോൾ ഉള്ള ഞാൻ അനുഭവിക്കുമ്പോഴും തുടരുകയാണെങ്കിൽ ഇതിന് ഭംഗം വരുമോ? വരുമോ? ഞാനിവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. എന്നെ ഞാൻ ഡിസെക്റ്റ് ചെയ്ത് രണ്ടാക്കുന്നു. അപ്പോൾ വാഞ്ഛയിലുള്ള സുഖം പ്രാപ്തിയിലില്ല. സ്വാഭാവികമായ മനുഷ്യൻ്റെ അനുഭവമാണ്, ശരി തന്നെ. പക്ഷെ ഞാനവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. എന്നും ഞാനായി നിലനിൽക്കുന്നില്ല. ഇന്നലത്തെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ ഞാനിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഞാനിങ്ങനെ എന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോൾസമല്ല. ഞാൻ കലകളായിട്ട് പിരിയുന്നു. എപ്പോഴാണോ ഞാൻ ബോധവാനായി തീരുന്നത് എനിക്ക് ഈ പിരിക്കാനൊക്കില്ല. സോ ഐ വിൽ കണ്ടിന്യൂ ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ് വാട്ട് എവർ മാനിഫെസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഐ ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. സായിപ്പ് പറയും പോലെ ഒരു സംഗതി, ഒരു ചാൻസ് പോലും വെറുതെ കളയാതെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് ട്രിവിയലാണെന്നുള്ളൊരു സംഗതിയൊന്നും അതിനകത്ത് വരുന്നതേ ഇല്ല. വിഷയം നൈമിഷികമല്ലേയും താനും. ഇത് വെച്ചുകൊണ്ട് വേദാന്തികൾ പറയുന്ന, ജനറലായിട്ട് പറയുന്ന നൈമിഷികമായ സുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല, അങ്ങനെയാണ് ഈ നൈമിഷികമായ സുഖങ്ങളെ കാണരുത്, അങ്ങനെ കണ്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വികസിച്ച് നൈമിഷികമായ സുഖത്തെ നൈമിഷികമല്ലതാക്കി എടുക്കണം. ആ റോൾ ആരുടെയാണ്? നമ്മുടെയാണ്. സോ ഐ വിൽ ഹാവ് ടു ബി പ്രസൻറ്റ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസിലേക്ക് ഞാൻ വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ
അനുഭവത്തിൻ്റെ നൈരന്തര്യം ഉണ്ടാവുകയുള്ളൂ. ഓൺലി ദെൻ ഐ ആം ഡൂയിങ് ഫുൾ ജസ്റ്റിസ് ടു മൈ ബർത്ത്. കാരണം ഞാൻ ഉണ്ടായത് എന്തിനാണ്? ഈ പ്രപഞ്ചം ഉണ്ടായത് എന്തിനാണ്? അനുഭവിക്കാൻ വേണ്ടിയാണ്. ആ പ്രപഞ്ചം ഉണ്ടായത് അനുഭവിക്കാനാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അനുഭവിക്കുകയാണ് എന്നുള്ളതുപോലെ ഞാനുണ്ടായത് അനുഭവിക്കാൻ തന്നെയാണ്. അനുഭവത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയല്ല. സ്വാഭാവികമായിട്ടും ആ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു സായാഹ്നത്തിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് ആ അനുഭവങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് ബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിന് നിത്യമായ രമണ മഹർഷി എന്ന് പറയുന്ന ഒരാൾ കാണേണ്ടത് അവസാനം ശയ്യാവലംബിയായി കിടക്കുന്ന രമണ മഹർഷിയാണ് നമ്മുടെ ചിത്രങ്ങളിലുള്ളത് അല്ല. അതാണ് നമ്മൾ വെച്ച് ആദരിക്കുന്നതോ നമ്മളൊരു ചിത്രമായിട്ട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതോ കിടക്കുന്ന ഒരാളല്ല. എണീച്ച് നടക്കുന്ന ആളാണ്, വാഴുന്ന ഒരാളാണ്, വീഴുന്ന ഒരാളല്ല. അവർ വീഴുന്നിടത്ത് അവരവരുടെ ധർമ്മമൊക്കെ ഉപേക്ഷിച്ച് അവർ ബോധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുഭവത്തെ തിരസ്കരിച്ചു കഴിഞ്ഞു. ദേ റിജക്ട് ദി വേൾഡ്. ആ ലോകത്തെ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ പ്രത്യാഹരണമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണേണ്ട കാര്യമില്ല. അതെല്ലാവരും അതേ അവസ്ഥകളിൽ തന്നെ കടന്നു പോകും. ബുദ്ധിയുള്ളവനെല്ലാം അവസാനം ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും വിളിച്ചു വരുത്തി അതും അനുഭവിക്കും. ഏത്? എന്നിൽ വന്ന് നിക്ഷിപ്തമായിരിക്കുന്ന സുഖാനുഭവങ്ങൾ. ഒരു വ്യക്തി വന്ന് ഒരു ബുദ്ധൻ്റെ അടുത്ത് വന്ന് ഇടപഴകുകയാണ്, ബുദ്ധനെ പാദനമസ്കാരം ചെയ്തു, അല്ലെങ്കിൽ ബുദ്ധനെ ആശ്ലേഷിച്ചു, ആലിംഗനം ചെയ്തു. അവിടെ ആ കാർമ്മികമായിരിക്കുന്ന ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായി. ഈ ബുദ്ധനിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുള്ള സുഖാനുഭവം ഉണ്ടായി, അദ്ദേഹത്തിന് ശ്രേയസ്സോ പ്രേയസ്സോ ഉണ്ടായി, എന്ത് വേണോ ഉണ്ടായെന്നിരിക്കട്ടെ, അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായില്ലേ ഒക്കെ ഉള്ളൂ. ആ പ്രതിപ്രവർത്തനം ഇദ്ദേഹം സ്റ്റോർ ചെയ്ത് വച്ചേക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം അത് അനുഭവിച്ച് തീർക്കും രോഗമായിട്ട്. ഇവിടെ നിന്ന് എന്ത് വന്നു അദ്ദേഹം അനുഭവിച്ചോളും. ഇനി അദ്ദേഹം അത് ചീത്ത പറഞ്ഞുകൊണ്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണമെങ്കിൽ കുറച്ച് അനുഭവിച്ച് കഴിയുമ്പോൾ ഒരു പള്ളു തോന്നിയിട്ട് അദ്ദേഹം ഇത് എടുത്തുകൊണ്ടങ്ങ് പോയാൽ അദ്ദേഹം അതും കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബുദ്ധിയുള്ളവനാണെങ്കിൽ പരമാവധി ഈ സഞ്ജയൻ പറഞ്ഞ പോലെ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരെ ആ കൊണ്ടാടി അതങ്ങ് എടുത്തുകൊണ്ടങ്ങ് തിരിച്ചു പോകുള്ളൂ. തിരിച്ചു കൊണ്ടുപോയി തന്നെത്താനെ വെച്ച് അനുഭവിച്ചു. ഒന്നും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല, ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ ഹാഡ് സം എനർജി, ഈ വാണ്ടഡ് ടു ട്രാൻസ്ഫർ ടു എ ഗുരു ആൻഡ് ഈ ഹിംസെൽഫ് ടുക്ക് എവേ ബാക്ക് ഓൾ ദോസ് എനർജീസ്. സോ ഈ സഫറിങ് അത്രയേ ഉള്ളൂ സംഭവിക്കുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നും അവൻ ഇവിടെ വിട്ടുപോയിട്ടുള്ള ഒരു വിരോധം കൊണ്ടാണ് അവൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അല്ല, ദാറ്റ് മേ ക്രിയേറ്റ്. അത് അവിടെ ചെന്ന് കിടന്നുകൊണ്ട് വീണ്ടും ചാടിയും ബഹളം ഉണ്ടാക്കിയും കുറച്ചുകൂടെ കർമ്മം ഉണ്ടാക്കാം അയാൾ. അത് വേറെ പുറകെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പലതും ഇതല്ലായിരിക്കും. ഈ പോയ തിരിച്ചു വന്ന് കയറിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ അനുഭവത്തിൽ കൂടെ പോകുന്നതിന് ട്രിവിയലായിരുന്നാലും എന്തായിരുന്നാലും ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് തന്നെയാണ് എല്ലാത്തിലും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സായിട്ട് അതിൽ കൂടെ പോകുന്നു, ബുദ്ധിയായിട്ട് അതിനെക്കുറിച്ച് ചിന്തനം ചെയ്യുന്നു, അഹങ്കാരമായിട്ട് ഞാനതിനെ വേണ്ടതിനെയും വേണ്ടാത്തതിനെയും വേർതിരിക്കുന്നു. എല്ലാ ഫാക്കൽറ്റിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ. ഞാനില്ലെങ്കിൽ എൻ്റെ മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ചിത്തമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് വിചാരത്തിൻ്റെ നിത്യത എന്നൊരു പുസ്തകത്തിൽ പേരിട്ടിരിക്കുന്നത്. വിചാരം എന്ന് പറയുന്ന ആ അവസ്ഥ ഉണ്ടല്ലോ, അത് നിത്യമാണ്. ഏതുവരെ നിത്യമാണ്? ഈ യൂണിവേഴ്സ് തുടരുന്നത് വരെ നിത്യമാണ്. ഈ യൂണിവേഴ്സ് എന്നില്ലാതായി ശൂന്യതയെ പ്രാപിക്കുന്നുവോ അപ്പോഴേ വിചാരമില്ലാതാവുന്നുള്ളൂ. ശൂന്യതയെ പ്രാപിക്കൽ എന്ന് ശൂന്യതയിലേക്ക് മടങ്ങൽ, തിരിച്ചു വെക്കുക, ചുരുങ്ങൽ. ശൂന്യതയ്ക്ക് പോകുന്നത് ചുരുങ്ങൽ എന്ന് പറയാൻ പറ്റുകയുമില്ല. അടുത്തത്
അതൊരു വികാസമാണ്. കാരണം ഞാനെന്ന് പറയുന്ന ഭാവം ഈ പഴയ ശരീരങ്ങൾ എത്രയോ ലക്ഷം ശരീരങ്ങളിൽ കൂടെ ഞാൻ കടന്നു വന്നു. ഇനി എത്രയോ ലക്ഷം ശരീരങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകാനിരിക്കുന്നു. ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതൊക്കെ സഞ്ജയ് തമ്പി എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് വ്യത്യസ്തമായിരുന്നല്ലോ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ വികസിക്കുമ്പോഴാണ് താങ്കളും കൂടെ ആയിത്തീരുന്നത്. ചുരുങ്ങലിലാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പരിപൂർണമായിരിക്കുന്ന അവസാനത്തെ ലയം ചുരുങ്ങലാണോ? വികാസമാണ് അല്ലേ? ഞാനപ്പം തമ്പിയുമാകുന്നു, സുധിനുമാകുന്നു, ഷഹീറുമാകുന്നു, പിന്നെ ഷഫീഖുമാകുന്നു, അക്ഷയുമാകുന്നു, എല്ലാവരുമായിത്തീരുന്നു. ശരിയല്ലേ? അപ്പം ഞാൻ വികസിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഞാൻ ആ ശൂന്യതയിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയാം, ഒരു അക്കാഡമിക്കായിട്ട് പറയാം.